സമരമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, ഞങ്ങളെ ഈ സാഹചര്യങ്ങൾ 3 മനുഷ്യന്റെ ജീവൻ പോയ ആ ഒരു വേദന കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഇന്ന് ഞങ്ങളെ വികസന കൗൺസിലായിരുന്നു സാർ, ഞങ്ങളെ വികസന സെമിനാർ ആയിരുന്നു ഇന്ന്. ഞങ്ങൾ പൂർണ്ണമായിട്ട് അവിടെ സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് 8 പേര് കൗൺസിലർമാരാണ്. 9 ആളുണ്ട്. അത്രയല്ലേ ഉള്ളൂ. ഒന്ന് നിങ്ങൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവാം, അല്ലെങ്കിൽ അല്ല, ഞങ്ങൾ പോണില്ല സാർ. ഞങ്ങൾ മേരെ കണ്ടിട്ടേ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളെ നിയമ നടപടി സഹകരിക്കാം. ആക്രമിക്കാനൊന്നും വന്നിട്ടില്ല. സഹകരിക്കാൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നോക്കട്ടെ, ഞങ്ങൾ പറയട്ടെ, മേയറെ കാണാതെ, മേയറോട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാതെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രവർത്തകരെ, നമ്മുടെ വേദന കൊണ്ടാണ് നമ്മൾ മേയർ റൂമിലേക്ക് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം മേയറെ കണ്ടിട്ട് അതിനുള്ള ഫിറ്റ്നസ് ആരാണ് കൊടുത്തത് എന്ന് നമുക്കറിയണം. അതൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ആ ഗേറ്റിൽ നിന്ന് ആ പൊരി വെയിൽ കൊണ്ടിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് അതിനൊരു പരിഹാരം കാണാതെ വന്നപ്പോഴാണ് കൗൺസിലർമാരായ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇതിന് പോലീസ് നമുക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും പോലീസ് അവസാനം നമ്മളിങ്ങോട്ട് കയറാൻ വേണ്ടി, കൗൺസിലർമാരെ കയറാൻ വേണ്ടി സമ്മതിച്ചു. ഇപ്പം പോലീസ് വന്ന് നമ്മളുടെ ആവശ്യപ്പെടുന്നത് മേയർ ഇവിടെ ഇല്ല, ആ സ്ഥിതിക്ക് നിങ്ങൾ സമാധാനപരമായിട്ട് പിരിയണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രവർത്തകന്മാർ അറസ്റ്റിന് വിധേയരാവണം. എല്ലാവരും നമ്മളെ കൗൺസിലർമാർ അറസ്റ്റിന് വിധേയരാവണം. പോലീസ് അറസ്റ്റിലേക്ക് കടക്കുകയാണ്. BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാതെ ഇവിടെ നിന്നും മാറില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സമീപനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. കോർപ്പറേഷൻ മേയർ എത്താതെ പിന്നോട്ട് പോകില്ല എന്ന സമീപനമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മേയർ എത്തി കാര്യങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണണം, അല്ലാതെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. കാരണം ഇവർക്കറിയേണ്ടത് ഒരു കാര്യം മാത്രമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ആ കെട്ടിടം പൊട്ടിക്കാതിരുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോവില്ല. അറസ്റ്റ് ചെയ്ത് ഭയന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ഇവിടേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മേയറിനെ കണ്ടിട്ട് മാത്രമേ ഞങ്ങൾ ഈ കൗൺസിലേഴ്സ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ കരിങ്കൊടിയുടെ പ്രതീകമായിട്ട് ബഹുമാനപ്പെട്ട മേയറുടെ ഡെസ്കിന് മുകളിൽ ഈ കരിങ്കൊടി വിരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ സൂചകമാണ്. ഞങ്ങളെ പോലെയുള്ള സഹോദരങ്ങൾ, 3 സഹോദരന്മാരുടെ ജീവൻ പൊലിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുൻപിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കൗൺസിലർമാരെ അടക്കം പോലീസ് ഗേറ്റിന് പുറത്ത് തടഞ്ഞു. പിന്നെ അവിടെ ഒരു തിക്കും തള്ളും ഉണ്ടാക്കിയിട്ടാണ് കൗൺസിലർമാർക്കുള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൗൺസിലർമാരെ വരെ തടഞ്ഞുകൊണ്ടാണ് കോർപ്പറേഷൻ മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇത് അധിക ദൂരം മുൻപോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മേയർ ഈ ഒരു പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഈ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ മാറി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നുള്ളൂ. പിൻവലിയാൻ തയ്യാറല്ല, അല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറായില്ല എന്ന സമീപനം തന്നെയാണ് ഇപ്പോഴും കൗൺസിലർമാർ അറിയിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലാതെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുള്ളതിലാണ്. അറസ്റ്റിന് വഴങ്ങാൻ തങ്ങൾ തയ്യാറല്ല. ഏതെങ്കിലും രീതിയിൽ അറസ്റ്റിന് വഴങ്ങിക്കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല. ബലം പ്രയോഗിച്ച് വേണമെങ്കിൽ പോലീസിന് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാം, അല്ലാതെ ഒരു തരത്തിലും ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന സമീപനം തന്നെയാണ് BJP കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ പ്രതിപക്ഷ നേതാവ്, അതായത് നഗരസഭാ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് നീക്കുകയാണ്. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് കൗൺസിലർമാരെ ഇവിടെ നിന്നും നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അറസ്റ്റിന് വഴങ്ങില്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കസേരയിൽ നിന്നും ഈ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു തരത്തിലും ബലം അല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങില്ല എന്ന സമീപനം നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ബലം പ്രയോഗിച്ച് ഈ മുഴുവൻ കൗൺസിലർമാരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന സമീപനം തന്നെ അവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഇപ്പോൾ നവ്യ ഹരിദാസിനെയും അതോടൊപ്പം തന്നെ മറ്റൊരു കൗൺസിലറെയും കൂടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും കൂടി ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് 6 കൗൺസിലർമാരാണ്. അവർ കൂടി ഏതെങ്കിലും ഒരു രീതിയിലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നവ്യ ഹരിദാസിനെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല, ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന ഒരു സമീപനം തന്നെ അവർ. പ്രതിഷേധം അവസാനിപ്പിക്കാനല്ല BJP ഇവിടെ നിൽക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ സൂചകമായിട്ട് ബഹുമാനപ്പെട്ട മേയറുടെ മുന്നിൽ കരിങ്കൊടി വിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അറസ്റ്റ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ബലം പ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു തരത്തിലും ഈ അറസ്റ്റിന് വഴങ്ങാതെ, അതായത് രമ്യമായി ഈ സമരം അവസാനിപ്പിക്കാം എന്ന് BJP പറയുന്നില്ല. അതിന് പകരം അറസ്റ്റ് ചെയ്ത് നീക്കുക. ഇപ്പോൾ ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും കൗൺസിലറും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. ബലം ഇപ്പോൾ ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യും എന്ന സമീപനത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ മേയറും ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ ഇങ്ങോട്ടേക്ക് എത്തില്ല, പകരം വേണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കട്ടെ എന്നൊരു സമീപനം തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും മുഴുവൻ കൗൺസിലർമാരെയും ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതും അതാണ്. അവസാന കൗൺസിലറെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. 3 വനിതാ കൗൺസിലർമാർ കൂടിയുണ്ട്. പക്ഷെ മുഴുവൻ കൗൺസിലർമാരെയും തൊഴിലാളികളും 3 ജീവൻ വെടിഞ്ഞിട്ട് BJP ആരോപിക്കുന്നത് BJPയുടെ പ്രതിഷേധത്തെ ഭയന്ന് മേയർ ഇവിടെ നിന്നും മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം എന്തുകൊണ്ട് മേയറോ സെക്രട്ടറിയോ നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് അനുമതി നൽകിയത് ആരാണ് എന്നുള്ള കാര്യത്തിലെങ്കിലും മേയർ വ്യക്തത വരുത്തണം. മേയർ ഇവിടെ എത്തി, അല്ലെങ്കിൽ സംഭവ സ്ഥലത്തെത്തി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒന്നും തന്നെ എന്താണ് സംഭവിച്ചത്, ആരാണ് ഇതിനെല്ലാം തന്നെ അനുമതി നൽകിയത്, എന്തുകൊണ്ട് പുതിയ കടയ്ക്ക് അനുമതി നൽകി തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തത വരുത്താൻ മേയർ തയ്യാറായിട്ടില്ല. ഒരു കാര്യം സെക്രട്ടറിയോട് വിളിച്ച് ക്ലാരിറ്റി വരുത്തിയാൽ അതിൽ കൃത്യമായി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന പ്രവേശന കാലം എന്ത് അവസ്ഥയിലാണ് നിങ്ങൾ അടച്ചിടുന്നത്? നമ്മൾ സംയമനപരമായി സംസാരിക്കാനാണ് വരുന്നത്. ഉച്ചവരെ നമ്മൾ മേയറെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പോൾ മേയർ ഇവിടുന്ന് ഒളിച്ചോടി പോവുകയാണോ വേണ്ടത്? ഇതാണോ നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നതും? ഈ കോർപ്പറേഷൻ മേയർ ഒളിച്ചോടി എന്ന വാദത്തിൽ തന്നെ BJP ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തെത്തി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ഇവർക്ക് ആരാണ് അനുമതി നൽകിയത്, അടച്ചു പൂട്ടാൻ നോട്ടീസ് നൽകിയ കെട്ടിടത്തിൽ നിന്ന് എങ്ങനെ പുതിയ കടയ്ക്ക് അനുമതി നൽകി, കഴിഞ്ഞ മാസം പോലും എങ്ങനെ ആ കെട്ടിടത്തിൽ നിന്നും വാടക പിരിച്ചു എന്നുള്ള ചോദ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു കൗൺസിലിൽ നിന്നും അനുമതി വാങ്ങാതെ, കാരണം കഴിഞ്ഞ 2 ടേമുകളായി ഇപ്പോൾ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ കൗൺസിലർമാരെ മാത്രമായിരുന്നു കയറ്റിവിട്ടിരുന്നത്. പക്ഷേ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 3 ആളെ കൊന്നിട്ട് ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ? വന്നോക്കുമെന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചു കൊണ്ടുപോകല്ലേ? ആരും പണം പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാനാ കൊടുത്തത്. അല്ല സാറേ ഒന്ന് പറയട്ടെ. ഇത് പൊതുജനങ്ങൾ ആക്സസ് ഉള്ള തല കൗൺസിലർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടോ? അത് പറ. കൗൺസിലർ ആയിക്കോട്ടെ സാറേ. നിങ്ങൾ ഇന്ന് പോകും സാറേ, നിങ്ങൾ ഇന്നിത് പോകും. നാളെ സീനല്ല.
BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കാരണം അവർ പറയുന്നത് BJP കൗൺസിലർമാർക്ക് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്, അതല്ലാത്ത ഒരാൾക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സെക്രട്ടറിയും മേയറും പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് അവസരം നൽകേണ്ടതില്ല, അവർ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അനുമതി നൽകരുത് എന്നുള്ളതാണ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കൊന്നും തന്നെ പ്രവേശനം നൽകാൻ ആവില്ല എന്നൊരു നിലപാടാണ് പോലീസും സ്വീകരിക്കുന്നത്. ഇനി ശേഷിക്കുന്നത് 2 കൗൺസിലർമാർ മാത്രമാണ്, അല്ലെങ്കിൽ കൗൺസിലർമാരാണ് ഇവിടെ ഇരുന്ന് ഇപ്പോഴും കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ സാഹചര്യം, അതായത് കോർപ്പറേഷൻ ഭരണസമിതിയുടെ തുടർച്ചയായി ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുന്നത്. 2 തവണ അല്ലെങ്കിൽ നേരത്തെ തന്നെ LDF ആണ് ഇവിടെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്ത് നിൽക്കുന്ന BJP ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരത്തിലേക്ക് കടക്കുക എന്നത് കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 3 പേരുടെ ജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ്. നേരത്തെ നമ്മളോട് ചില കൗൺസിലർമാർ പറഞ്ഞത് നിലവിൽ ഈ വലിയങ്ങാടിയിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും സമാനമായ കെട്ടിടങ്ങളുണ്ട്, പൊളിക്കാൻ സീൽ ചെയ്ത് അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടി നേരത്തെ നോട്ടീസ് നൽകിയ കെട്ടിടങ്ങൾ ഇപ്പോഴുമുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പൊളിച്ചു നീക്കാൻ ഇതുവരെ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. അവിടെയൊക്കെ തന്നെ സമാനമായി കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഇപ്പോഴും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഫീസ് എന്ന രീതിയിലും വാടക എന്ന രീതിയിലും കോർപ്പറേഷൻ പണം വാങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം. അപ്പോഴും കോർപ്പറേഷനും മേയറും കൈമലർത്തുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നാണ്